ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ഔദ്യോഗികമായി പുറത്തിറക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ പാർട്ടികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സീറ്റ് ധാരണയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാലും ഇന്നിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാൻ പോവുകയാണ്. വടകരയിലെ സിറ്റിംഗ് MP കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുമെന്നുള്ള ഒരു സർപ്രൈസ് തന്നെയാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വിവരങ്ങൾ വരുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ തന്നെ മത്സരിക്കും. ബാക്കി സീറ്റുകളിൽ സിറ്റിംഗ് MPമാർ മത്സരിക്കാനും ധാരണയായിരിക്കുകയാണ്. PR അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, ഒരു തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളമാണ് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നത്. കാരണം TN പ്രതാപൻ, എനിക്ക് തോന്നുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ വളരെ മുൻപ് TN പ്രതാപൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച് ചുവരെഴുത്തൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായിരിക്കുന്നു. അതേസമയം K മുരളീധരൻ അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി വരികയും ചെയ്യുന്നു. ഒപ്പം KC വേണുഗോപാൽ കൂടി അംഗത്തിനിറങ്ങുന്നു എന്ന പ്രത്യേകതയൊക്കെ ഉണ്ട്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴാണ് ഉണ്ടാവുക? വരും മണിക്കൂറുകളിൽ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രധാനമായും ഇന്നലെ ചർച്ചകൾ നടന്നത് തെലങ്കാന, കർണാടക, കേരളം, അതുപോലെ തന്നെ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ ചർച്ചകളായിരുന്നു നടന്നത്. എന്തായാലും ഈ ചർച്ചകളെല്ലാം വിജയകരമായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഈ യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത്. ഏകദേശം 100 സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് കരുതുന്നത്. ഈ 3 സംസ്ഥാനങ്ങൾക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലെ സീറ്റുകളിലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നു. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് സ്ഥാനാർത്ഥിയാകും. കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള സർപ്രൈസുകൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രധാനമായും വടകരയിലെ സിറ്റിംഗ് MPയായ K മുരളീധരൻ തൃശ്ശൂരിൽ നിന്ന് ഇത്തവണ ജനവിധി തേടുമെന്നുള്ളതാണ് ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ളത്. പ്രധാനമായും പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ BJPയിലേക്ക് പോയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷ നേതാവായ VD സതീശനാണ് തൃശ്ശൂരിൽ മുരളീധരൻ മത്സരിക്കട്ടെ എന്നൊരു കാര്യം മുന്നോട്ട് വെച്ചത്. BJPക്ക് അവിടെ ഒരു തിരിച്ചടി നൽകേണ്ടത് മുരളീധരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിച്ച് BJPക്ക് ഒരു തിരിച്ചടി നൽകണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. TN പ്രതാപനുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപന് സീറ്റ് നൽകാമെന്ന ധാരണ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ TN പ്രതാപൻ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ നടത്തിയിരുന്നു. പോസ്റ്ററുകളും അതുപോലെ തന്നെ ചുവരെഴുത്തുമായി TN പ്രതാപൻ മുന്നോട്ട് പോയിരുന്നു. എന്തായാലും TN പ്രതാപൻ അടക്കം നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊത്ത് പ്രവർത്തിക്കുമെന്നാണ്. എന്തായാലും വലിയ രീതിയിലുള്ള സർപ്രൈസ് തൃശ്ശൂരിന്റെ കാര്യത്തിലേക്ക് വരുന്നു. ഇതുവരെ തന്നെ ആലപ്പുഴയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ എറണാകുളം DCC പ്രസിഡന്റ് അതുപോലെ തന്നെ ആലപ്പുഴ മുൻ DCC പ്രസിഡന്റ് അടക്കം ഈ സ്ഥാനാർത്ഥിയായി പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും KC വേണുഗോപാൽ തന്നെ ആലപ്പുഴയിൽ നിന്ന് ജനവിധി തേടണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. വടകരയിലെ സിറ്റിംഗ് MPയായ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ വടകരയിൽ ഷാഫി പറമ്പിൽ, പാലക്കാട് MLA ആയ ഷാഫി പറമ്പിൽ ഇത്തവണ മത്സരിക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി വരുന്നത്. ശൈലജ ടീച്ചറിന്റെ അവിടെ ഷാഫി പറമ്പിൽ മത്സരാർത്ഥിയായി വരും. ഇതുകൂടാതെ തന്നെ ബാക്കി സീറ്റുകളിൽ സിറ്റിംഗ് MPമാർ തുടരുവാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. സിറ്റിംഗ് MPമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമിതി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൊരു അന്തിമ തീരുമാനം രാഹുലിന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്തിട്ടായിരിക്കുമെന്നും കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. കണ്ണൂരിൽ മാറി നിൽക്കുവാൻ K സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ജയരാജനെ പരാജയപ്പെടുത്തുവാൻ സുധാകരൻ തന്നെ രംഗത്തിറങ്ങണമെന്ന ഉറച്ച നിലപാടിൽ കേന്ദ്ര നേതൃത്വം നിൽക്കുകയായിരുന്നു. ഈ ആവശ്യത്തോട് സുധാകരൻ വഴങ്ങിയെന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇന്ന് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുവാൻ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ തുടങ്ങിയ നേതാക്കൾ ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ്. ഇപ്പോഴും ചെറിയ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പട്ടികയിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായാലും ഇപ്പോൾ മുരളീധരൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുവാൻ സാധിക്കില്ല. ഇതുകൂടാതെ തന്നെ രമേശ് ചെന്നിത്തലയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള കേരളത്തിന്റെ പ്രത്യേക പ്രചാരണ കമ്മിറ്റി ചെയർമാനാക്കുവാനും തീരുമാനങ്ങൾ നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയോട് ഇന്നലെ തന്നെ കോൺഗ്രസ് നേതൃത്വം അഭിപ്രായം തേടിയിട്ടുണ്ട്. അദ്ദേഹം തന്റെ അഭിപ്രായം ഇന്നലത്തെ യോഗത്തിൽ വ്യക്തമാക്കിയെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള നിർണായക നീക്കങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ കോൺഗ്രസ് ഇന്നലെ എടുത്തത്. ആരും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ K മുരളീധരൻ തൃശ്ശൂർ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ആരും മുന്നോട്ട് വെച്ചിരുന്നത് TN പ്രതാപൻ തന്നെ തുടരും. കാരണം ചുവരെഴുത്തും അതുപോലെ തന്നെ മറ്റ് പ്രചാരണ പരിപാടികളുമായി സിറ്റിംഗ് MPമാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും BJP ഇത്തരത്തിൽ ഒരു പ്രതികാരം അല്ലെങ്കിൽ തിരിച്ചടി തങ്ങൾക്ക് നൽകുവാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള മറുപടി തങ്ങൾ നൽകണം, അല്ലെങ്കിൽ ഇതിന് BJPക്ക് ഒരു മറുപടി നൽകണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അതിന് മറ്റൊരാളില്ല, മുരളീധരൻ അല്ലാതെ മറ്റൊരാളെ ചിന്തിക്കാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് K മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. ജിൽസി.